കഴിഞ്ഞ ക്ലാസ്സിൽ നാം 18ാമത്തെ ഹിസ്ബ് അധ്യായം നാം അവസാനിപ്പിച്ചു. ഇന്ന് നമുക്ക് 19ാമത്തെ അധ്യായമായ ഹിസ്ബു അഹ്ലിൽ ബൈത്ത്, നബി കുടുംബം എന്ന അധ്യായത്തെ കുറിച്ചാണ് നാം പറയാൻ പോകുന്നത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആന്തരികമായ ഒരു സൗന്ദര്യം, ഭംഗിയിൽപ്പെട്ടതാണ് തിരുനബിയുടെ സൗന്ദര്യമാണല്ലോ, ഭംഗിയാണല്ലോ നാം പറഞ്ഞു വരുന്നത്. മൗലിദുൽ ഹുസ്നൈൻ എന്ന് പറഞ്ഞാൽ തന്നെ തിരുനബിയുടെ രണ്ട് ഭംഗിയും പറയുക, ബാഹ്യമായ ഭംഗിയും ആന്തരികമായ ഭംഗിയും. തിരുനബിയുടെ ആന്തരികമായ ഭംഗിയിൽപ്പെട്ടതാണ് തിരുനബിയുടെ ഒരു സമ്പൂർണത. അവിടുത്തെ കുടുംബം, സന്താന പരമ്പര, അത് അന്ത്യനാൾ വരെ നിലനിൽക്കുന്നു. അത് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കും. തിരുനബിയുടെ പരമ്പര, അവിടുത്തെ മക്കളുടെ പരമ്പര. ആ പരമ്പര നിലനിൽക്കുന്നത് അഹ്ലുൽ കിസാ എന്ന് പറയുന്ന 5 പേരുണ്ട്. ആരാണ് അഹ്ലുൽ കിസാ? കിസാ എന്ന് പറഞ്ഞാൽ പുടവ എന്നാണ് അർത്ഥം. എന്താണ് അഹ്ലുൽ കിസാ? അഹ്ലുൽ കിസാ എന്ന് പറഞ്ഞാൽ പുടവക്കാർ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് വിവക്ഷ 5 പേരാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഫാത്തിമ റളിയല്ലാഹു അൻഹ, അലി റളിയല്ലാഹു അൻഹു, ഹസൻ റളിയല്ലാഹു അൻഹു, ഹുസൈൻ റളിയല്ലാഹു അൻഹു. ഈ 5 പേർക്കാണ് അഹ്ലുൽ കിസാ എന്ന് പറയുക. ഈ 5 പേരിലൂടെയാണ്, അവർ വഴിയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുപരമ്പര സന്താനങ്ങൾ നിലനിൽക്കുന്നത്. ഇവർക്ക് അഹ്ലുൽ കിസാ, ഈ 5 പേർക്ക് അഹ്ലുൽ കിസാ എന്ന് പറയാൻ കാരണം, നാം അഹ്ലു ബൈത്തിനെ കുറിച്ച് പിന്നീട് വ്യാഖ്യാനം പറയുന്ന ഒരു ആയത്തുണ്ട് വിശുദ്ധ ഖുർആനിൽ. ഇന്നമാ യുരീദുല്ലാഹു ലിയുദ്ഹിബ അൻകുമുർ റിജ്സ അഹ്ലൽ ബൈത്ത് വയുതഹിറകും തത്ഹീറാ. അതിന്റെ വിശദീകരണം നമുക്ക് പിന്നീട് പറയാം, അടുത്ത ഹദീസിൽ അത് വരുന്നുണ്ട്. ഈ ആയത്ത് ഇറങ്ങുമ്പോൾ അഹ്ലുൽ ബൈത്തിനെ പരാമർശിക്കുന്നുണ്ട് ആ ആയത്തിൽ. ആരാണ് അഹ്ലുൽ ബൈത്ത് എന്ന് നമുക്ക് പറയാം. ഈ ആയത്ത് ഇറങ്ങിയപ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കിസാ പുടവയുമായി ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് ചെന്നു. അങ്ങനെ മുറ്റത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുന്നു. അങ്ങനെ ഇരിക്കുമ്പോ ആ പുടവ പുതച്ചിരുന്നു. അത് കണ്ട് ഫാത്തിമ റളിയല്ലാഹു അൻഹയും ആ പുടവയിലേക്ക് വന്നു. ഫാത്തിമ ബീവിയെ അതിന്റെ അകത്താക്കി റസൂലുള്ളാഹി. കുറച്ചു കഴിഞ്ഞ് അലി റളിയല്ലാഹു വന്നു. അലി റളിയല്ലാഹുവിനെ വിളിച്ചു അതിന്റെ അകത്തേക്ക്. പിന്നീട് ഹസൻ റളിയല്ലാഹു അൻഹു, ഹുസൈൻ റളിയല്ലാഹു അൻഹു, അവരെയും അതിന്റെ അകത്തേക്ക്. 5 പേരായി. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, ഇന്നമാ യുരീദുല്ലാഹു ലിയുദ്ഹിബ അൻകുമുർ റിജ്സ അഹ്ലൽ ബൈത്ത് വയുതഹിറകും തത്ഹീറാ. ആ ആയത്ത് ഇറങ്ങാൻ കാരണം, അഹ്ലുൽ ബൈത്തിനെ പരാമർശിക്കുന്ന ആയത്താണ്. ആ ആയത്ത് ഇറങ്ങാൻ കാരണം അത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരാണ്. ഭാര്യമാരെ കൂടെ ഉൾക്കൊണ്ടിട്ടാണ് അഹ്ലുൽ ബൈത്ത് അവിടെ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ തിരുനബിയുടെ ഈ ക്രിയ, നബി തങ്ങൾ കാണിച്ച ഈ അഹ്ലുൽ കിസാ എന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യേക ഒരു വിഭാഗക്കാരായി തിരിച്ച് ആ ചെയ്ത ആ കർമ്മത്തിൽ അസ്വാജു നബി പെട്ടിട്ടില്ല. അതില് 5 പേരെ ഉണ്ടായിട്ടുള്ളൂ. തിരുനബിയെ കൂടാതെ പിന്നെ ഫാത്തിമ റളിയല്ലാഹു അൻഹയും അലി റളിയല്ലാഹു അൻഹും ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹും അവരെ ഉണ്ടായിട്ടുള്ളൂ. ഇങ്ങനെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ കൂട്ടിപ്പിടിച്ച് ഇതാണ് അഹ്ലുൽ ബൈത്ത് എന്ന് സൂചിപ്പിക്കുമ്പോൾ തിരുനബിയുടെ പത്നി ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളിൽപ്പെട്ട ഉമ്മു സലമ റളിയല്ലാഹു അൻഹയാണെന്ന് തോന്നുന്നു അവിടെ ഉണ്ടായിരുന്നു. അവര് തിരുനബിയോട് പറഞ്ഞു, നബിയെ, ഞാനും അതിന്റെ അകത്തേക്ക് വരട്ടെ, ഞാനും അഹ്ലുൽ ബൈത്ത് പെട്ട ആളല്ലേ, ഞാനും അങ്ങോട്ട് വരട്ടെ. തിരുനബി പറഞ്ഞു, കൈകൊണ്ട് ഇഷാറത്താക്കി, വേണ്ട, നിങ്ങൾ അവിടെ നിന്നോളൂ. അൻതും അലൽ ഖൈർ, നിങ്ങൾക്കും ഗുണമുണ്ട്, ബറക്കത്തുണ്ട്, ഖൈറുണ്ട്. പക്ഷെ ഇതൊരു പ്രത്യേക സംഭവമാണ്, ഇതിലേക്ക് വരേണ്ടതില്ല എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിച്ചു. അപ്പൊ അതാണ് അഹ്ലുൽ കിസാ. ആ അഹ്ലുൽ കിസായിലൂടെയാണ് അലി റളിയല്ലാഹു അൻഹുവും ഫാത്തിമ ബീവിയും. അവരിൽ നിന്ന് ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ 2 മക്കളുണ്ടായി. അങ്ങനെ ഹസൻ റളിയല്ലാഹു അൻഹുവിലൂടെയും ഹുസൈൻ റളിയല്ലാഹു അൻഹുവിലൂടെയുമാണ്
തിരുപരമ്പര തിരുകുടുംബം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബം നിലനിൽക്കുന്നത്. അതാ പറഞ്ഞത് ബിബഖാഇ നസ്ലി അഹ്ലുൽ കിസാ. അഹ്ലുൽ കിസാഇന്റെ സന്താനങ്ങൾ അവശേഷിച്ച അവർ നിലനിന്ന കാരണം കൊണ്ട് ഖിയാമത്ത് നാൾ വരെ നിലനിന്ന കാരണം കൊണ്ടാണ് തിരുനബിയുടെ തിരുകുടുംബം ഖിയാമത്ത് നാൾ വരെ നിലനിന്നത്. അവരിലൂടെയാണ്. ഫൽ ഹസനു വൽ ഹുസൈനു സയ്യിദാൻ. അപ്പോൾ തങ്ങന്മാരിൽപ്പെട്ട ഹസൻ റളിയല്ലാഹു അൻഹും ഹുസൈൻ റളിയല്ലാഹു അൻഹും വലദാ അലി വ ഫാത്തിമ, അലി റളിയല്ലാഹു അൻഹുവിന്റെയും ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെയും രണ്ട് മക്കളായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹും ഹുമൽ മഹ്തിദാൻ. അവരാണ് തങ്ങന്മാരുടെ പരമ്പരയുടെ ഉൽപ്പത്തികൾ. തങ്ങന്മാരെല്ലാം ചെന്നെത്തുന്നത് ഈ രണ്ട് ഉൽപ്പത്തികളിലേക്കാണ്, ഹസൻ അല്ലെങ്കിൽ ഹുസൈൻ. അതുകൊണ്ടാണ് ലോകത്തുള്ള എല്ലാ തങ്ങന്മാരും ഒന്നുകിൽ ഹസനി എന്ന് പറയും, അത് ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ പരമ്പരയിൽ വന്നവരാ, അല്ലെങ്കിൽ ഹുസൈനി എന്ന് പറയും, അവര് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ പരമ്പരയിലൂടെ വന്നവരാ. ഖൗസുൽ ആദം മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു ഉപ്പയിലൂടെ നോക്കുമ്പോൾ അവര് ഹസനിയാണ്. അവരുടെ ഉമ്മയുടെ പരമ്പര ഹുസൈനിയത്താണ്. റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു അവര് ഹുസൈനിയാണ്. ഖാജ മുഈനുദ്ദീൻ ജിഷ്തി അജ്മീരി റളിയല്ലാഹു അൻഹു അവർ ഉപ്പയുടെ പരമ്പരയിൽ നോക്കുമ്പോൾ അവർ ഹുസൈനിയാണ്. ഉമ്മയുടെ പരമ്പരയിൽ നോക്കുമ്പോൾ അവര് ഹസനിയാണ്. ഇങ്ങനെ തങ്ങന്മാര് ഇന്നും ജീവിച്ചിരിക്കുന്ന തങ്ങന്മാര് നമ്മൾ ബുഖാരി, ജമലുല്ലൈലി, മൗലദ്ദവീല, ഇങ്ങനെ പല തങ്ങന്മാരായി ബാഫഖി, ബൽഫഖീഹ്, ഇങ്ങനെ ലോകത്ത് പല പേരിൽ അറിയപ്പെടുന്ന തങ്ങന്മാരെല്ലാം അവരുടെ ഉൽപ്പത്തികൾ അവസാനം അത് ഹസനി ഹുസൈനി എന്നായി മാറും. ഫലിൽ ഹസനി, ഹസൻ റളിയല്ലാഹു അൻഹുവിന് ഉണ്ടായിരുന്നു അഹദ അശറ വലദൻ മിനൽ ദുക്റാൻ, 11 ആൺമക്കൾ ഉണ്ടായിരുന്നു. വ ബിൻതുൻ വാഹിദ, ഒരു മകളും. 11 ആൺമക്കളും ഒരു മകളുമാണ് ഉണ്ടായിരുന്നത്. അല്ല ഔ ഖംസുൻ ഔ സിത്തുൻ ഔ സമാൻ, ഒരു മകളല്ല 5 പെൺമക്കൾ ഉണ്ടായിരുന്നു, അല്ല 6 പെൺമക്കൾ ഉണ്ടായിരുന്നു, അല്ല 8 പെൺമക്കൾ ഉണ്ടായിരുന്നു. അങ്ങനെ വേറെയും അഭിപ്രായങ്ങൾ ഉണ്ട്. വഅഖബ മിന്നും വലദാനി നജീബാൻ, എന്നാൽ 11 ആൺമക്കൾ ഉണ്ടായിരുന്നെങ്കിലും ആ 11 ആൺമക്കളിൽ കുലീനരായ 2 മക്കൾ മാത്രമാണ് പരമ്പര നിലനിർത്തിയത്. ആരാണത്? സയ്യിദ് ഇബ്നുൽ ഹസൻ റളിയല്ലാഹു അൻഹു വൽ ഹസനുൽ മുസന്ന, രണ്ടാം ഹസൻ എന്ന പേരിൽ അറിയപ്പെട്ട ഹസൻ ഇബ്നുൽ ഹസൻ റളിയല്ലാഹു അൻഹു. ഹസൻ റളിയല്ലാഹുവിന്റെ പരമ്പര നിലനിർത്തി അറിയപ്പെട്ട 2 മക്കളാണ്. ഒന്ന് സയ്യിദ് ഇബ്നുൽ ഹസൻ റളിയല്ലാഹു അൻഹു, 2 ഹസൻ ഇബ്നുൽ ഹസൻ റളിയല്ലാഹു അൻഹു. അതിൽ മകനായ ഹസൻ റളിയല്ലാഹു അൻഹു, ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ മകനായ ഹസൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയുമ്പോൾ വാപ്പയും ഉപ്പയും തിരിച്ചറിയാൻ വേണ്ടി ഹസനുൽ മുസന്ന എന്ന് പറയും. രണ്ടാം ഹസൻ. ഫഹുമൽ മഹ്തിദാനിൽ ഹസനിയാൻ, ഹസനി പരമ്പര നിലനിർത്തിയ 2 ഉൽപ്പത്തികളാണ് ഇവർ രണ്ടുപേരും. ആര്? സയ്യിദ് ഇബ്നുൽ ഹസനും ഹസൻ ഇബ്നുൽ ഹസനും. നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹ അവർ ഹുസൈനിയത്തല്ല, അവർ ഹസനിയത്താണ്. അവരുടെ ഭർത്താവ് അവർ ഹുസൈനിയായിരുന്നു. അതേ സമയത്ത് നഫീസ റളിയല്ലാഹു അൻഹ, നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ അവർ ഹസനിയത്ത. അവരുടെ പിതാവ് സയ്യിദാണ്. സയ്യിദ് ഇബ്നുൽ ഹസൻ റളിയല്ലാഹു അൻഹു ആണ് അവരുടെ പിതാവ്. വലിൽ ഹുസൈനി, ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് ഉണ്ടായിരുന്നു 4 ബനീന വ 3 ബനാത്തിൻ ഗവാൻ. 4 ബനീന, 4 ആൺമക്കളും വ 3 ബനാത്തിൻ ഗവാൻ, സുമുഖികളായ 3 പെൺമക്കളും ഉണ്ടായിരുന്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു. പക്ഷേ വഇന്നമാ അഖബുഹു മിൻ അലിയിൻ സൈനുൽ ആബിദീൻ അൽ ഹുസൈൻ, 4 ആൺമക്കൾ ഉണ്ടായിരുന്നെങ്കിലും മക്കളെല്ലാം, ഒരൊറ്റ മകനല്ലാത്ത മക്കളെല്ലാം കർബലയിൽ കൊല ചെയ്യപ്പെട്ടു. അങ്ങനെ അവരുടെ പരമ്പര, ഒരു മകൻ ഇല്ലായിരുന്നെങ്കിൽ ആ പരമ്പര മുറിഞ്ഞു പോകുമായിരുന്നു. വഇന്നമാ അഖബുഹു, ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ പരമ്പര നിലനിൽക്കുന്നത് മക്കൾ മിൻ അലിയിൻ സൈനുൽ ആബിദീൻ അൽ ഹുസൈൻ, സുമുഖനായ അലി സൈനുൽ ആബിദീൻ. സൈനുൽ അലി എന്നാണ് അവരുടെ പേര്. സൈനുൽ ആബിദീൻ അവരുടെ സ്ഥാനപ്പേരാണ്. അവരിലൂടെയാണ് പരമ്പര നിലനിന്നത്. കർബലയിൽ അലി സൈനുൽ ആബിദീൻ എന്ന് പറയുന്ന കുട്ടിയും അവരും ഉണ്ടായിരുന്നു. പക്ഷേ വകാന മരീളൻ അലാ ഫിറാഷിൻ ബി കർബല, കർബല യുദ്ധത്തിൽ അവര് ഒരു വിരിപ്പിനുള്ളിൽ രോഗിയായി, പനി പിടിപെട്ട് രോഗിയായി കിടക്കുകയായിരുന്നു. അങ്ങനെ ആ കുട്ടിയെ ശ്രദ്ധയിൽപ്പെട്ടില്ല, ശത്രുക്കളുടെ ശ്രദ്ധയിൽപ്പെട്ടില്ല. അങ്ങനെ ആ കുട്ടി രക്ഷപ്പെട്ടു. ഫലം യുസിബുഹു ഖത്ലു അഹ്ലി തുഗ്യാൻ, അധർമ്മികളായ ആളുകളുടെ
കൊലപാതകം, കൊല ആ കുട്ടിക്ക് അലി സൈനുൽ ആബിദീൻ എന്ന് പറയുന്ന തങ്ങൾക്ക് സംഭവിച്ചില്ല. അങ്ങനെ അവർ രക്ഷപ്പെട്ടു. അങ്ങനെയാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ പരമ്പര അലി സൈനുൽ ആബിദീൻ എന്നവരിലൂടെ ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരമ്പര ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയിലൂടെ അവരുടെ മക്കളായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ രണ്ട് മക്കളിലൂടെ നിലനിൽക്കുന്നു. ഒരിക്കൽ മക്കയിലുള്ള ആസുബിന് വായിൽ എന്ന് പറഞ്ഞ അവിശ്വാസി അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് മോശമായ ഒരു പ്രയോഗം നടത്തി. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം കഅബാലയത്തിന്റെ അടുത്ത് നിൽക്കുകയാണ്. അങ്ങനെ ആസുബിന് വായിലുമായി സംസാരിച്ചു. ആസുബിന് വായിലും അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയും സംസാരിക്കുന്നത് മറ്റു ഖുറൈശികൾ കണ്ടു നിന്ന് ആസുബിന് വായിലെ ആ ഖുറൈശികളുടെ അടുത്തേക്ക് തിരിച്ചു ചെന്നപ്പോൾ ചോദിച്ചു, നീ എന്തിനാ മുഹമ്മദിനോട് സംസാരിച്ചത്? മുഹമ്മദുമായി നാം എല്ലാ ബന്ധങ്ങളും നിർത്തിവെച്ചതല്ലേ എന്ന് പറഞ്ഞപ്പോ ആസുബിന് വായിൽ പറഞ്ഞു, ദാലിക ഹുവൽ അബ്തർ. മുഹമ്മദ് അബ്തർ എന്ന് പറഞ്ഞ വാല് മുറിഞ്ഞവൻ എന്നാണ് നേരെ ഭാഷാർത്ഥം. അതുകൊണ്ട് ഉദ്ദേശിച്ചത് മുഹമ്മദിന് ഒരൊറ്റ ആൺകുട്ടികളും ഇല്ലല്ലോ. അന്നേരം അബ്ദുള്ള റളിയല്ലാഹു അൻഹു, ഖാസിം റളിയല്ലാഹു രണ്ട് മക്കൾ, ആ മക്കൾ റസൂലുള്ളാഹിക്ക് വഫാത്തായ സമയമായിരുന്നു. അപ്പൊ ഒറ്റ ആമക്കളുള്ളല്ലോ, എല്ലാം പെൺമക്കളല്ലേ, ഇതുവരെയുള്ള മക്കളൊക്കെ പെൺമക്കളാണ്. ഉണ്ടായിരുന്ന രണ്ട് ആൺമക്കൾ മരിച്ചും ചെയ്തല്ലോ. അപ്പോ മുഹമ്മദിന്റെ പരമ്പര ഒരിക്കലും നിലനിൽക്കില്ല. നമ്മളെല്ലാം മരിച്ചാലും നമ്മളെ കുറിച്ച് പറയാൻ നമ്മളെ മക്കളിലൂടെ പറയപ്പെടും. മുഹമ്മദ് മരിച്ചാൽ മുഹമ്മദിനെ കുറിച്ച് യാതൊരു അഡ്രസ് ഉണ്ടാകില്ല എന്ന് സൂചിപ്പിച്ചുകൊണ്ട് മുഹമ്മദുൻ ഹുവൽ അബ്തറു എന്ന് ആസുബിന് വായിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള വിദ്വേഷത്തിന്റെ പേരിൽ നബി തങ്ങളെ ചീത്ത വിളിച്ചു. അത് അള്ളാഹുവിന് സഹിച്ചില്ല. അള്ളാഹു അതിന് പ്രതികരിച്ചു. ഉടൻ തന്നെ അള്ളാഹു ഒരു സൂറ ഇറക്കി. അതാണ് സൂറത്തുൽ കൗസർ. ഇന്നാ അഅതൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിയക ഹുവൽ അബ്തർ. ചെറിയ സൂറത്താണ്, ഏറ്റവും ചെറിയ സൂറത്താണ് വിശുദ്ധ ഖുർആനിൽ. ഇന്നാ അഅതൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിയക ഹുവൽ അബ്തർ. ഏറ്റവും വിശുദ്ധ ഖുർആനിൽ ഏറ്റവും അക്ഷരം കുറഞ്ഞ അധ്യായം സൂറത്തുൽ കൗസറാണ്. ഏറ്റവും വേർഡുകൾ കുറഞ്ഞ സൂറത്തുൽ കൗസറാണ്. അതിലെന്താ പറയുന്നത്? ഇത് ആസുബിന് വായിലിന് ഖണ്ഡനമാണ്, മറുപടിയാണ്. അല്ലാഹു തആലാക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്നേഹമുണ്ട്, ബഹുമാനമുണ്ട്. മുത്തുനബിയോട് സ്നേഹവും ബഹുമാനം ഉണ്ടായതുകൊണ്ടാണ് മുത്തുനബിയോട് ആരെങ്കിലും കളിച്ചാൽ അതിന് ഒന്നുകിൽ അല്ലാഹു തആല മറുപടി പറയും, അല്ലെങ്കിൽ മറുപടി പറയാൻ അല്ലാഹു ഏൽപ്പിക്കും. മുത്തുനബിയോട് ഇങ്ങനെ പറഞ്ഞോളൂ എന്ന് പറഞ്ഞു. ഇവിടെ കണ്ടില്ലേ, ഇന്നാ അഅതൈനാകൽ കൗസർ, നബിയെ നിങ്ങൾക്ക് നാം ധാരാളം നൽകിയിട്ടുണ്ട്, ധാരാളം ഖൈറാത്തുകൾ നൽകിയിട്ടുണ്ട്, ധാരാളം ഖൈറുകൾ നൽകിയിട്ടുണ്ട്. അതിന്റെ വ്യാപ്തിയിൽ, ആ കൗസർ എന്ന് പറയുന്ന വാക്കിന്റെ വ്യാപ്തിയിൽ ധാരാളം മക്കളെ നൽകിയിട്ടുണ്ട്. ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്ന സന്താന പരമ്പരയെ നൽകിയിട്ടുണ്ട് എന്നതിന് അർത്ഥമുണ്ട്. സ്വർഗത്തിലുള്ള മഹ്ശറിലുള്ള ഒരു ഹൗദുൽ കൗസർ എല്ലാവർക്കും പാലിനേക്കാൾ വെളുത്തതും തേനിനേക്കാൾ മധുരമുള്ളതും രസകരമായ ഒരു പാനീയം നിറക്കപ്പെട്ട ഹൗദ്, ടാങ്ക് എന്ന ഹൗദിന് ഭാഷാർത്ഥം. അത് കിലോമീറ്ററുകൾ ദൈർഘ്യമുണ്ട്, നീളം വീതിയൊക്കെ ഉണ്ട് അതിന്. ഈ ഹൗദുൽ കൗസർ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആളുകൾക്ക് അതിൽ നിന്ന് മുക്കിക്കൊടുക്കും. അതിൽ നിന്ന് ഒരു മുറുക്ക് വെള്ളം കുടിച്ചാൽ, ഒറ്റ മുറുക്ക് വെള്ളം കുടിച്ചാൽ, മൻ ശരിബ മിന്നാ ശർബത്തൻ, ഒരു മുറുക്ക് വെള്ളം കുടിച്ചാൽ പിന്നെ ഫലാ യദ്മഉ അബദ, ഒരിക്കലും പിന്നെ അവന് ദാഹം വരില്ല എന്നാണ് റസൂലുള്ളാഹി പറഞ്ഞത്. മഹ്ശറിൽ വലിയ ദാഹം ഉണ്ടാവും, ഹൗദുൽ കൗസർ കുടിച്ചാൽ പിന്നെ ദാഹം ഉണ്ടാവില്ല. അള്ളാഹു നമുക്കതിന് തൗഫീഖ് ചെയ്യട്ടെ. ആ ഹൗദിന്റെ പേര് കൗസർ എന്നാ. അപ്പൊ അതും ഈ ആയത്ത് പറഞ്ഞ കൗസർ എന്ന് പറഞ്ഞതിന്റെ അർത്ഥവ്യാപ്തിയിൽ പെട്ടിട്ടുണ്ട്. തങ്ങന്മാർ എന്നും അതിന്റെ അർത്ഥവ്യാപ്തിയിൽ പെട്ടിട്ടുണ്ട്.
എന്തെല്ലാം ഖൈറുകൾ ദുനിയവിയും ഉഖറവിയുമായ എന്തെല്ലാം നന്മകൾ അല്ലാഹു തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകിയോ അതെല്ലാം അതിന്റെ വ്യാപ്തിയിൽ പെട്ടിട്ടുണ്ട്. അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ വലിയ ഖുർആൻ വ്യാഖ്യാതാവാണ്, ഖുർആൻ പണ്ഡിതനാണ്. ഇത് അല്ലാഹുവിന്റെ ഹബീബ് നൽകിയ ഒരു വരമാണ്. അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അല്ലാഹുവിന്റെ ഹബീബിൽ നിന്ന് ധാരാളം ഹദീസ് കേട്ട ആളല്ല, ധാരാളം ഖുർആൻ ക്ലാസ് കേട്ട ആളല്ല. കാരണം അല്ലാഹുവിന്റെ ഹബീബ് വഫാത്താവുന്ന സമയത്ത് അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് പ്രായപൂർത്തിയാകുന്നേ ഉള്ളൂ, 15 വയസ്സാകുന്നേ ഉള്ളൂ. പക്ഷേ അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരം നൽകി. അല്ലാഹു തആല നിങ്ങൾക്ക് ആ കുട്ടിയെ പിടിച്ച് പറഞ്ഞ് അല്ലാഹു നിങ്ങൾക്ക് ഖുർആൻ പഠിപ്പിച്ചു തരട്ടെ, ഖുർആനികമായ ഇൽമുകളൊക്കെ തരട്ടെ. അതുകൊണ്ട് അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്തൊക്കെ വലിയ പ്രഗത്ഭരായ വയസ്സ് ഉള്ള സ്വഹാബത്ത് അവരുടെ മുഷാവറയിലേക്ക് കുട്ടിയായ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസിനെയും കൊണ്ടുപോകും. എന്താ കാരണം? അവർക്കൊന്നും അറിയാത്ത ഖുർആൻ വ്യാഖ്യാനം അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് പറയാൻ സാധിക്കുമായിരുന്നു. വലിയ പാണ്ഡിത്യമുണ്ടായിരുന്നു. പ്രഗത്ഭരായ വയസ്സുള്ള സ്വഹാബിമാര് ഉമർ തങ്ങളോട് ഇങ്ങനെ സൂചിപ്പിച്ചു, ഞങ്ങൾക്കൊക്കെ ഇതുപോലെ മക്കളുണ്ടല്ലോ, ഞങ്ങളാരും ഈ സഭയിലേക്ക് മുഷാവറയിലേക്ക് മക്കളെ പിടിച്ച് വരാറില്ലല്ലോ, എന്താണ് ഈ കുട്ടിയെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്? അന്ന് ജനങ്ങൾക്ക് അങ്ങനെ ഒരു പിറുപിറുപ്പുള്ളത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ പെട്ടപ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മുഷാവറയിൽ ഒരു ചോദ്യം ഇട്ടു, ഒരായത്ത് കേൾപ്പിച്ചു. ഇതിനാർക്കെങ്കിലും ഇതിന്റെ തഫ്സീർ അറിയുമോ, വ്യാഖ്യാനം അറിയുമോ എന്ന് ചോദിച്ചു. ആർക്കും പറയാൻ കഴിഞ്ഞില്ല. എല്ലാവരും അതിന്റെ ബാഹ്യാർത്ഥം മാത്രമാണ് പറഞ്ഞത്. അപ്പൊ അവസാനം അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു കുട്ടിയോട് ചോദിച്ചു. അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അതിന്റെ ബാഹ്യാർത്ഥമല്ല പറഞ്ഞത്, അതിന്റെ ആന്തരികമായ മീനിംഗ് പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു ശരിവെച്ചു, അത് തന്നെ എനിക്കും പറയാനുള്ളത്, അതാണ് ഈ ആയത്തിന്റെ യഥാർത്ഥ മീനിങ് എന്ന് പറയുകയുണ്ടായി. ഈ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇന്നാ അഅതൈനാകൽ കൗസർ എന്ന് പറഞ്ഞതിനർത്ഥം പറഞ്ഞത്, നബിയെ നിങ്ങൾക്ക് നാം ധാരാളം ഗുണങ്ങൾ ദുന്യവിയും ഉഖ്റവിയുമായ ഗുണങ്ങൾ നൽകി. ഇത് പറഞ്ഞപ്പോ മറ്റൊരാൾ ചോദിച്ചു, അക്കാലത്തുള്ള ഒരാൾ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, അത് നെഹ്റു ഫിൽ ജന്ന, സ്വർഗത്തിലുള്ള ഒരു നദിയാണ്, അരുവിയാണ്, നദിയാണ് എന്ന് കേട്ടിട്ടുണ്ടല്ലോ, അങ്ങനെ ഹദീസിൽ വന്നിട്ടുണ്ടല്ലോ ഈ കൗസർ എന്ന് പറഞ്ഞാൽ. അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അതിനോട് പ്രതികരിച്ചത്, അതും ഇതിന്റെ അർത്ഥവ്യാപ്തിയിൽ പെട്ടിട്ടുണ്ട്. കൗസർ എന്ന് പറഞ്ഞാൽ ഖൈറുൻ കസീർ, ധാരാളം ഗുണം, അതിൽപ്പെട്ട ഒന്ന് മാത്രമാണ് സ്വർഗത്തിലുള്ള ആ കൗസർ എന്ന് മറുപടി പറഞ്ഞതായി കാണാം. ചുരുക്കത്തിൽ ഈ അൽ കൗസർ എന്ന് പറഞ്ഞത് ആസിബിനുൽ വായിലിന് അള്ളാഹു ഖണ്ഡനമായി മറുപടിയായി കൊണ്ടുവന്നത് കൊണ്ട് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് അതിന്റെ വ്യാപ്തിയിൽ, അർത്ഥവ്യാപ്തിയിൽ ഖിയാമത്ത് നാൾ വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തങ്ങന്മാർ ലോകത്തെമ്പാടും ഉണ്ടാവും. ലോകത്തെമ്പാടും എല്ലാ സ്ഥലങ്ങളിലും തങ്ങന്മാരുടെ സാന്നിധ്യം. അവിടെ പറഞ്ഞു ഫസല്ലി ലി റബ്ബിക വൻഹർ, ധാരാളം ഖൈർ നാം നിങ്ങൾക്ക് നൽകിയതുകൊണ്ട് നബിയെ നിങ്ങൾ അതിന് നന്ദിയായി, ഫസല്ലി അതുകൊണ്ട് നിങ്ങൾ നിസ്കരിക്കണം, നന്ദിയായി. നന്ദി പ്രകടനത്തിൽ വെച്ച് ഏറ്റവും വലിയ നന്ദി പ്രകടനമാണ് വാക്കിലും പ്രവൃത്തിയിലും കാണിക്കുന്ന നന്ദി. ആ വാക്കിലും പ്രവൃത്തിയിലും കാണിക്കുന്ന നന്ദിയുടെ കൂട്ടത്തിൽ മറ്റൊരു മതത്തിലും ഇല്ലാത്ത വിധം അള്ളാഹുവിന് മാത്രമായി സമർപ്പിക്കപ്പെടുന്ന ഒരു മതത്തിലും അങ്ങനെ ഒരു നന്ദി പ്രകടനം ഇല്ല, അങ്ങനെ ഒരു പൂജയില്ല, അങ്ങനെ ഒരു അഭിവാദ്യമില്ല, അങ്ങനെ ഒരു വണക്കമില്ല. എങ്ങനെ? നിസ്കാരം എന്ന വണക്കം. നിസ്കാരം എന്ന വണക്കം നെറ്റി വെച്ചുള്ള സുജൂദാണ്. ആ നെറ്റി വെച്ചുള്ള സുജൂദ് ഡയറക്റ്റ് ചെയ്യാൻ പറ്റില്ല, അതിന് മുമ്പായി കുറെ നിൽക്കണം, അതിൽ കുറെ പറയാനുണ്ട്, പിന്നീട് ഒന്ന് വളയണം, വീണ്ടും എഴുന്നേൽക്കണം, വീണ്ടും പിന്നീട് സുജൂദിലേക്ക് പോകുന്നു. ഇങ്ങനെയുള്ള സുദീർഘമായ വണക്കം, സുദീർഘമായ ഒരു ആദരവ്, ഇത് വിശുദ്ധ മതമായ ദീനുൽ ഇസ്ലാമിൽ മാത്രമേ ഉള്ളൂ. അതാണ് നാം പറയുന്നത് അത്തഹിയാത്തുൽ മുബാറകാത്ത്, നീണ്ടു നിൽക്കുന്ന അഭിവാദ്യം, വണക്കം. അത്തഹിയാത്തുൽ മുബാറകാത്ത്, നീണ്ടു നിൽക്കുന്ന വണക്കം. മറ്റുള്ള മതങ്ങളിലൊക്കെ ഇങ്ങനെ ഒരു വണക്കമുണ്ട്, ഇതത് മാത്രമല്ല, ഇതൊരു മതത്തിലും ഇല്ലാത്തൊരു പ്രത്യേക വണക്കമാണ്. അസ്സലവാത്തുത് ത്വയ്യിബാത്ത്, നല്ല നിസ്കാരം. ചിലർ കാട്ടിക്കൂട്ടുന്ന നിസ്കാരമുണ്ട്, പെട്ടെന്ന് കഴിയുന്ന നിസ്കാരം, അത് ത്വയ്യിബാത്തല്ല. അസ്സലവാത്തു ത്വയ്യിബാത്തു ലില്ലാഹ്, അത് അള്ളാഹ്ക്കേ ഉള്ളൂ അങ്ങനെയുള്ള നിസ്കാരം. അള്ളാഹ്ക്ക് മാത്രമേ അങ്ങനെ നിർവഹിക്കപ്പെടുന്നുള്ളൂ. അത് ഞാൻ പറഞ്ഞു വന്നത്,
നന്ദി പ്രകടനം അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ നന്ദി പ്രകടനമാണ്. അല്ലെങ്കിൽ സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞാലോ നന്ദിയാണ്. മാഷാ അല്ലാഹ് എന്ന് പറഞ്ഞാലും നന്ദിയാണ്. മുസീബത്തുണ്ടാകുമ്പോൾ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞാലോ നന്ദിയാണ്. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നത് നന്ദിയാണ്. സ്വലാത്ത് ചൊല്ലുന്നതും നന്ദിയാണ്. എല്ലാ ഇബാദത്തുകളും നന്ദിയുടെ ഭാഗമാണ്. പക്ഷേ ആ ഇബാദത്തുകളിലൊക്കെ വെച്ച് ഏറ്റവും വലിയ നന്ദി പ്രകടനം അത് നിസ്കാരമാണ്. അപ്പൊ കൂടുതൽ ഖൈറാത്ത് നബിയെ നിങ്ങൾക്ക് നാം നൽകിയിരിക്കുന്നു എന്നുള്ള പ്രഖ്യാപനം അള്ളാഹുവിൽ നിന്ന് വന്നപ്പോ ആ പ്രഖ്യാപനത്തിന് വലിയ നന്ദി ചെയ്യണം. അതാണ് ഫസല്ലി. അതുകൊണ്ട് നന്ദി പ്രകടനമായി നിങ്ങൾ നിസ്കരിക്കണം. ഫസല്ലി റബ്ബിക, നിഷ്കളങ്കമായ റബ്ബിനായി നിസ്കരിക്കണം. മനസ്സാന്നിധ്യത്തോടെ നിങ്ങൾ നിസ്കരിക്കണം. വൻഹർ, മനസ്സാന്നിധ്യത്തോടെ അങ്ങനെ നിസ്കരിക്കണമെങ്കിൽ നിങ്ങളുടെ ദേഹത്തെ അറുക്കേണ്ടി വരും. വൻഹർ, നിങ്ങളുടെ നഫ്സുൽ അമ്മാറയെ, തങ്ങളോട് മാത്രമുള്ള കൽപ്പന അല്ല. വിശുദ്ധ ഖുർആൻ സംബോധന ആദ്യ നബി തങ്ങളോടാണെങ്കിലും എല്ലാവരോടും ആ സംബോധന ഉണ്ടല്ലോ. വൻഹർ, ദേഹത്തെ അറുത്ത് കളയുക, അല്ലെങ്കിൽ ഉദഹിയ്യത്ത് അറുക്കുക എന്നും അർത്ഥമാക്കാം. പല അർത്ഥമുണ്ട് വൻഹർ എന്ന് പറഞ്ഞതിന്. വൻഹർ എന്ന് പറഞ്ഞാൽ ഉദഹിയ്യത്ത് അറുക്കുക എന്നുണ്ട്. ഹജ്ജ് വേളയിലുള്ള അറിവ് അത് നിർവഹിക്കുക എന്നും അർത്ഥം. ഇന്ന ഷാനിയക്ക, നിങ്ങളോട് വിദ്വേഷം വെച്ച ആസിബിന് വായിൽ അടക്കമുള്ള ആളുകൾ, അവരാണ് അബ്തർ. അബ്തർ എന്ന് പറഞ്ഞാല് വാല് മുറിഞ്ഞവർ എന്ന് പറഞ്ഞാൽ അവരെ കുറിച്ച് നല്ല പരാമർശം ഒരിക്കലും ഉണ്ടാകില്ല. അവരെ കാലം കഴിഞ്ഞാൽ അവരെ കുറിച്ചുള്ള നല്ല വാർത്ത കഴിഞ്ഞു, നല്ലത് പറച്ചിൽ കഴിഞ്ഞു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായതിന്റെ ശേഷം ഇന്നും എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നു, തിരുനബിയെ കുറിച്ച് വാഴ്ത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതല്ലേ മുഹമ്മദ്? ജനിക്കുന്നതിന് മുമ്പേ വാഴ്ത്തപ്പെടുകയും ജനിച്ചതിന്റെ ശേഷവും ജനിച്ച് മരണപ്പെട്ടതിന്റെ ശേഷവും വാഴ്ത്തപ്പെടുന്നു. അതല്ലേ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം? ഇന്ന ഷാനിയക ഹുവൽ അബ്തർ, നിങ്ങൾ മുഹമ്മദാണ്. ഇന്ന ഷാനിയക ഹുവൽ അബ്തർ, അവനെ കുറിച്ച് ആരും നല്ലത് പറയാനുണ്ടാവില്ല. വാല് മുറിഞ്ഞവരാണ്, നല്ല വാക്ക് അവനെ കുറിച്ച് ഒരിക്കലും പറയപ്പെടാൻ ആരും ഉണ്ടാകില്ല. ومن حسنه المعنوي وجوب محبة أهل بيته صلى الله عليه وسلم وترك إيذائهم بالحسد والأضغان. ഇനി പറയുന്നത് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റൊരു സൗന്ദര്യമാണ്, ഭംഗിയാണ്, ആന്തരികമായ ഭംഗിയാണ്. വുജൂബു മഹബ്ബത്തി അഹ്ലി ബൈത്തിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അഹ്ലു ബൈത്തിനെ മഹബ്ബത്ത് വെക്കല്, സ്നേഹിക്കല് അത് നിർബന്ധമാണ്. സുന്നത്തല്ല, നിർബന്ധമാണ്. അഹ്ലു ബൈത്തിനെ സ്നേഹിക്കൽ നിർബന്ധമാണ്. ഏത് അഹ്ലു ബൈത്ത്? നാം ഇപ്പോൾ പറഞ്ഞ അഹ്ലു ബൈത്ത്. ഇനിയൊരു അഹ്ലു ബൈത്ത് വരുന്നുണ്ട്, അവരെയും സ്നേഹിക്കൽ നിർബന്ധമാണ്. അഹ്ലു ബൈത്തിന് പല മീനിങ് കൊണ്ട് വരുന്നുണ്ട്. വുജൂബു മഹബ്ബത്തി അഹ്ലി ബൈത്തിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അഹ്ലു ബൈത്തിനെ സ്നേഹിക്കൽ നിർബന്ധമാണ്. വതർക്കി ഈദാഇഹിം, അവരെ വിഷമിപ്പിക്കൽ, ബുദ്ധിമുട്ടാക്കൽ, വേദനിപ്പിക്കലിനെ, ബുദ്ധിമുട്ടാക്കലിനെ ഉപേക്ഷിക്കലും നിർബന്ധമാണ്. ബിൽ ഹസദ്, അസൂയ വെച്ചുകൊണ്ട്. അസൂയ ബുദ്ധിമുട്ടാണല്ലോ, അസൂയ വെക്കുന്നത് ബുദ്ധിമുട്ടാണ്. അപ്പൊ അഹ്ലു ബൈത്തിനെ, തങ്ങന്മാരെ അഹ്ലു ബൈത്തിനെ അസൂയ വെച്ച് ബുദ്ധിമുട്ടാക്കാൻ പാടില്ല. വല്ല അദ്ഗാൻ, അവരോട് പോര് കാണിക്കാൻ പാടില്ല. പോരും അസൂയൊന്നും അഹ്ലു ബൈത്തിനോട് കാണിക്കാൻ പാടില്ല. അവരോട് അങ്ങനെ പോരും അസൂയം വെച്ച് ബുദ്ധിമുട്ടാക്കാൻ പാടില്ല എന്ന് മാത്രമല്ല, മറ്റുള്ള ദ്രോഹങ്ങൾ, ഒരു ദ്രോഹങ്ങളും അവരോട് ചെയ്യാൻ പാടില്ല. അത് ഹറാമാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെടില്ല. അവരെ ബുദ്ധിമുട്ടാക്കിയാൽ അല്ലാഹുവിന്റെ ഹബീബിന് ബുദ്ധിമുട്ടാവും. അല്ലാഹുവിന്റെ ഹബീബിന് ഒരു ബുദ്ധിമുട്ട് വന്നാൽ അത് അള്ളാഹുവിനെ ബുദ്ധിമുട്ടാക്കലാണെന്ന് ആലങ്കാരികമായി പറഞ്ഞു വെച്ചിട്ടുണ്ട്. അള്ളാഹിനെ ബുദ്ധിമുട്ടാക്കിയാലോ? അള്ളാഹുവിനെ ബുദ്ധിമുട്ടാക്കിയവൻ ഒരിക്കലും സ്വർഗം പ്രാപിക്കാൻ അവന് സാധിക്കില്ല. ഖാല തആല, അല്ലാഹു തആല പറഞ്ഞു, ഖുൽ ലാ അസ്അലുക്കും അലൈഹി, ഖുൽ നബിയെ അങ്ങ് പറയുക, ലാ അസ്അലുക്കും അലൈഹി, ഇക്കാര്യത്തിൽ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നില്ല. എക്കാര്യത്തിൽ? ഐ അലാ ഹിദായത്തിക്കും മിനൽ ഈമാൻ, നിങ്ങൾക്കൊക്കെ ഞാൻ ഈമാനിലേക്ക് വഴി തെളിയിച്ചു തന്നു. നിങ്ങൾക്കൊക്കെ ഈമാനിലേക്ക് ഞാൻ ദർശനം നൽകി. എന്റെ കഴിവിന്റെ പരമാവധി ഈമാനിന്റെ വഴികള്, ദർശനങ്ങള് പൂർണ്ണമായി നിങ്ങൾക്ക് ഞാൻ വിവരിച്ചു തന്നു. ഇതിന് നിങ്ങളോട് ആരോടും ഞാൻ ഒരു കൂലി ചോദിച്ചിട്ടില്ല, ഞാൻ ശമ്പളം ചോദിച്ചിട്ടില്ല. നിങ്ങളോട് ആരോടും ഞാൻ അതിന് പ്രതിഫലം ചോദിച്ചിട്ടില്ല. അജ്റൻ, ഒരിക്കലും പ്രതിഫലം ചോദിച്ചിട്ടില്ല. ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബ,
എന്തേ ഉള്ളൂ, ഈ ഒരു കാര്യമേ ചോദിക്കുന്നുള്ളൂ, എന്റെ കുടുംബത്തെ നിങ്ങൾ സ്നേഹിക്കണം. ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബ, കുടുംബത്തെ സ്നേഹിക്കലല്ലാതെ മറ്റൊരു കാര്യവും ചോദിക്കുന്നില്ല. ഇത് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വാർത്ഥതയല്ല, മറിച്ച് നിങ്ങൾ സ്വാർത്ഥതയാണെന്ന് പറയുന്നു വിചാരിച്ചിട്ട് അത് എന്റെ സ്വാർത്ഥതയാണെന്ന് ആരെങ്കിലും പറയുമോ എന്ന് റസൂലുള്ളാഹിക്ക് ഒരു വിഷമം ഉണ്ടാവും. അതുകൊണ്ട് അള്ളാഹു അതിന്റെ മുമ്പ് കുൽ എന്ന് പറഞ്ഞത്. നബിയെ അങ്ങ് പറയുക, ഞാൻ പറഞ്ഞിട്ടാ പറയുന്നത്. കുൽ, അങ്ങ് പറയുക, പറഞ്ഞോളണം. അപ്പൊ റസൂലുള്ളാഹിക്ക് അള്ളാഹു കുൽ എന്ന് പറയുന്ന ഇടത്ത് എവിടെല്ലാം കുൽ എന്ന് അള്ളാഹു പറഞ്ഞോ അവിടെയൊക്കെ ഒരു പ്രത്യേകത ഉണ്ടാവും, ചിന്തിക്കാനുണ്ടാവും. കുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ്. അവിടെ കുൽ എന്ന് പറയുമ്പോ കൂടുതൽ അല്ലാഹു തആല മുത്തനബിയുമായി ബന്ധം കാണിക്കുന്നു. മുത്തനബിയെ ചോദ്യം ചെയ്ത് ഖുറൈശികൾ ചോദ്യം ചെയ്ത് മുട്ടിച്ചൊരു സന്ദർഭമാണ്. ഈ വിഗ്രഹങ്ങളൊന്നും അല്ലാത്ത മറ്റൊരു ദൈവമുണ്ട് എന്നാണല്ലോ നീ പറയുന്നത്. നിന്റെ ദൈവം സ്വർണം കൊണ്ടുള്ള ദൈവമാണോ വെള്ളി കൊണ്ടുള്ള ദൈവമാണോ, എങ്ങനെയാണ് നിന്റെ ദൈവത്തിന്റെ കോലം എന്ന് ചോദിച്ചപ്പോ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉത്തരം മുട്ടിക്കുകയാണ് അവർ. അവരോട് എങ്ങനെ പറഞ്ഞു കൊടുക്കും, അള്ളാഹിനെ എങ്ങനെ പരിചയപ്പെടുത്തി കൊടുക്കും? അപ്പൊ അള്ളാഹു തആല ഇടപെട്ടു. ഖുൽ, പറയും നബിയെ, നിങ്ങൾ ഒരിക്കലും ഒറ്റയാകുന്നില്ല. നിങ്ങളെ ചോദ്യം ചെയ്യപ്പെടുന്നതും ഉത്തരം മുട്ടിക്കപ്പെടുന്നതൊക്കെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അള്ളാഹുവിന്റെ സ്നേഹവും ബഹുമാനവും അടുത്ത ഖുൽ എന്ന് പറഞ്ഞത്. ഖുൽ, പറയോ നബിയെ, ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ്. അതുപോലെ ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്. അവിടെ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അസുഖമുണ്ടായി, ശാരീരികമായ അസുഖമുണ്ടായി, സിഹിർ കാരണമായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സിഹിർ പിടിപെട്ട് റസൂലുള്ളാഹിയുടെ ബുദ്ധിക്ക് യാതൊരു കുറവും സംഭവിച്ചിട്ടില്ല, യാതൊരു മാറ്റവും വരുത്തിയിട്ടില്ല. പക്ഷെ ക്ഷീണമുണ്ടായിരുന്നു അള്ളാഹുവിന്റെ ഹബീബ്. ഏകദേശം 15 ദിവസം, ഒരു മാസം എന്നൊക്കെ റിപ്പോർട്ടിലുണ്ട്. 15 ദിവസം നല്ലവണ്ണം അതിന്റെ ദുരവസ്ഥ അനുഭവിച്ചു. ഒരു മാസം അതിന്റെ സൈഡ് എഫക്ട് ഉണ്ടായിരുന്നു മൊത്തത്തിൽ. അങ്ങനെ ബാഹ്യമായ ആരോഗ്യത്തിന്, ശാരീരികമായ ആരോഗ്യത്തിന് ക്ഷതം സംഭവിച്ചു. സിഹിർ, ലബീദ് ഇബ്നുൽ അഅസം എന്ന് പറയുന്ന ജൂതൻ, ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. സിഹിർ ചെയ്യും. പ്രവാചകന് സിഹിർ സംഭവിക്കുമോ എന്ന് സംശയമുണ്ട്. പ്രവാചകന് ഭ്രാന്ത് ഒരിക്കലും ഉണ്ടാകില്ല, ഒരു പ്രവാചകനും ഉണ്ടാകാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ ബുദ്ധിക്ക് തകരാറ് സംഭവിക്കുന്ന ഒരു അസുഖമോ സിഹിറോ ഒന്നും ഒരു പ്രവാചകനും സംഭവിക്കില്ല, തിരുനബിക്കും ഒരിക്കലും സംഭവിക്കില്ല, സംഭവിച്ചിട്ടുമില്ല. പക്ഷെ ശാരീരികമായ ആ ശക്തി അത് ഉണ്ടാവാൻ പറ്റും സിഹിർ കൊണ്ടും അല്ലാതെയും. ആ ഹദീസിൽ പറഞ്ഞത് ഭാര്യമാരുമായി ബന്ധപ്പെടാൻ, സമീപിക്കാൻ, ഭാര്യയെ സമീപിക്കാൻ സാധിക്കാത്ത അവസ്ഥ ഉണ്ടായി, വലിയ ക്ഷീണമായി പോയി എന്നാണ് ഹദീസിൽ പറഞ്ഞത്. എന്നല്ലാതെ തിരുനബി എന്തെങ്കിലും അർത്ഥമില്ലാത്തത് സംസാരിച്ചു എന്നോ ദീനിന് എതിരായത് എന്തെങ്കിലും ചെയ്തു എന്നോ ഒരിക്കലും ഒരു റിപ്പോർട്ടിലും ബുഖാരിയിലോ മറ്റു ഒരു റിവായത്തിലും വന്നിട്ടില്ല. അപ്പോൾ ശാരീരികമായ ക്ഷീണമാണ് സിഹിർ കൊണ്ടുണ്ടായത്. സിഹിർ കൊണ്ട് അത്രയും വലിയൊരു പ്രവാചകനെ വരെ ആ ശക്തിയിലാക്കാൻ, ഇരുത്താൻ സിഹിർ കൊണ്ട് സാധിക്കുമെന്നാണ് അതിലുള്ള പാഠം. പിന്നെ എന്താ സംഭവിച്ചത്? അല്ലാഹു തആല ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെയും മറ്റൊരു മലക്കിനെയും അള്ളാഹിന്റെ ഹബീബിന്റെ അടുത്തേക്ക് പറഞ്ഞയച്ചു. അങ്ങനെ ആ രണ്ട് മലക്കുകൾ ഇങ്ങനെ പറയുന്നുണ്ട്, എന്ത് പറ്റിപ്പോയി, നബിക്ക് എന്ത് പറ്റിപ്പോയി, സംഭാഷണമാണ്. അപ്പൊ ഇന്നഹു മത്ബൂബുൻ, സിഹിർ സംഭവിച്ചതാണ്. മൻ തബ്ബഹു, രണ്ട് മലക്കുകൾ പരസ്പരം സംഭാഷണം നടത്തിയ റസൂലുള്ളാഹി കിടക്കുമ്പോൾ. ആരാണ് സിഹിർ ചെയ്തത്? മറ്റേ മലക്ക് പറയുന്നു ലബീദ് ഇബ്നുൽ അഅസം. എന്തിലാണ് സിഹിർ ചെയ്തത്? ഇന്നാലിന്ന വസ്തുവിലാണ് സിഹിർ ചെയ്തത്. അതെവിടെയാണുള്ളത്? ഇന്ന സ്ഥലത്താണുള്ളത്. അങ്ങനെ റസൂലുള്ളാഹിനോട് വഹി വന്നു. ആ കിണറ്റിൽ പോയി, ഒരു കിണറ്റിൽ സിഹിർ ചെയ്ത് വെച്ചിരുന്നു, ആ കിണറ്റിൽ പോയി അത് മാറ്റി ഒഴിവാക്കണം. അങ്ങനെ അത് മാറ്റി ഒഴിവാക്കി, റസൂലുള്ളാഹിക്ക് സുഖം പ്രാപിച്ചു. അതോടൊപ്പം അതിന്റെ സൈഡ് എഫക്ട് പാടെ പോവാൻ വേണ്ടി മന്ത്രിക്കാനും പറഞ്ഞു. ആ മന്ത്രമാണ് ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്. അവിടെ ഇപ്പോ ഖുൽ എന്നില്ലെങ്കിൽ അർത്ഥം ശരിയാവും. അഊദു, ഞാൻ കാവൽ തേടുന്നു, ബിറബ്ബിൽ ഫലഖ്, സൃഷ്ടികളുടെ നാഥനോട്, മീൻ ശർരി മാ ഖലഖ്, അല്ലാഹു പടച്ച എല്ലാ ശർറിൽ നിന്നും ഞാൻ കാവൽ തേടുന്നു എന്ന് പറഞ്ഞാൽ മന്ത്രത്തിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അത് നബിത്തങ്ങൾക്ക് ഒരു വിഷമം വന്നപ്പോ, ഒരു ബുദ്ധിമുട്ട് വന്നപ്പോ നബിത്തങ്ങൾ സ്വന്തം തന്നെ കാവൽ തേടുന്നു എന്നുള്ളൊരർത്ഥം അതിന് വരുന്നുള്ളൂ. കാരണം ഒന്നുമില്ല, കുഴപ്പമൊന്നുമില്ല, നബിത്തങ്ങൾ അടിമേനും അള്ളാഹു സൃഷ്ടാവാണ്. പക്ഷേ അതിൽ അള്ളാഹുവിന്റെ ഇടപെടൽ, ഖുൽ നബിയെ നിങ്ങൾ പറഞ്ഞോളൂ അഊദു ബിറബ്ബിൽ ഫലഖ്, ഇങ്ങനെ മന്ത്രിച്ചോളൂ എന്ന് അള്ളാഹു പറഞ്ഞു കൊടുക്കുമ്പോ അള്ളാഹു തആല തിരുനബിയുടെ ആ അവസ്ഥ വീക്ഷിക്കുന്നുണ്ട്. അതിന് അള്ളാഹു തആല തന്നെ അതിന് ഇപ്പോ ഒരു കുട്ടി, പ്രായപൂർത്തിയായ കുട്ടിയാണ്, വ്യക്തിയാണ്, ഉമ്മയുണ്ട്, പനിച്ചപ്പോ
പനി വന്നു അല്ലെങ്കിൽ മറ്റെന്തോ അസുഖം വന്നപ്പോ അവൻ തന്നെ നേരെ ഗുളിക മരുന്ന് എടുത്ത് കഴിച്ച് അതിന് പരിഹാരം കാണുന്നതും ഉമ്മ വന്നിട്ട് സ്നേഹം വെച്ച് മോനെ എന്നാ ഈ ഗുളിക എടുത്ത് കഴിക്ക്. അതിന് ആ ഉമ്മയുടെ ആ പ്രകടനം, ഉമ്മയുടെ ആ സ്നേഹ പ്രകടനത്തിൽ പകുതി അസുഖം അതുകൊണ്ട് മാറിപ്പോകും അല്ലെ, മനസ്സിന് വലിയ സമാധാനം. അതുപോലെ ഒരു ഭാര്യക്ക് ഭർത്താവ് മരുന്നെടുത്ത് കൊടുത്താൽ ഇത് കുടിക്കുന്നതിനെ കുടിപ്പിച്ചാൽ അവിടെ ആ ഭാര്യക്ക് സമാധാനം വരുന്നുണ്ട്. അവൾ മാത്രമല്ല അവളുടെ അസുഖം ശ്രദ്ധിക്കുന്നതും അസുഖമുള്ള സമയത്ത് അവളെ ശ്രദ്ധിക്കാൻ അവളുടെ ഭർത്താവുണ്ട്. തിരിച്ചും ഭർത്താവിന് ഒരു അസുഖം ഉണ്ടാവുമ്പോൾ ഭാര്യ ഗുളിക എടുത്തു കൊടുത്താൽ മരുന്നെടുത്ത് കൊടുത്താൽ അത് ഭർത്താവിന് നല്ലൊരു സമാധാനമാണ്. എന്നതുപോലെ അഊദു ബി റബ്ബിൽ ഫലക്ക് എന്ന് റസൂലുള്ളാഹി സ്വന്തം പറഞ്ഞാൽ മതി വിഷയത്തിന്. പക്ഷെ അള്ളാഹു അതിൽ ഇടപെടുന്നു. നബിയെ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞോളൂ, ഖുൽ അഊദു ബി റബ്ബിൽ. അപ്പൊ മാലോകരെല്ലാം പറഞ്ഞു അള്ളാഹു തആല റസൂലുള്ളാഹിക്ക് അസുഖം സംഭവിക്കുന്നത് അള്ളാഹു തആല ഇഷ്ടപ്പെടുന്നതല്ല, അതിന് അള്ളാഹു തആല തന്നെ പരിഹാരം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അള്ളാഹു തആല തന്നെ അതിന് മന്ത്രം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അത് പ്രഖ്യാപിക്കുമ്പോൾ ആ മന്ത്രം എല്ലാവർക്കും ഉപയോഗിക്കാമെന്നായി. എല്ലാ മന്ത്രത്തിലും സിഹിറിന് മന്ത്രിക്കുന്ന മന്ത്രങ്ങളിലൊക്കെ കുൽ അഊദു ബി റബ്ബിൽ ഫലഖ്, കുൽ അഊദു ബി റബ്ബിൻ നാസ് ഇല്ലാത്ത മന്ത്രം ഉണ്ടാവും. എന്താ? അത് അള്ളാഹു തആല വിശുദ്ധ ഖുർആനിൽ അതിനായിട്ട് ഇറക്കിയ മന്ത്രമാണ്. അധിക മന്ത്രങ്ങളിൽ അസുഖങ്ങൾക്ക് മന്ത്രിക്കുമ്പോൾ കുൽ അഊദു ബി റബ്ബിൻ നാസും കുൽ അഊദു ബി റബ്ബിൽ ഫലഖും ഉണ്ട്. അപ്പൊ അത് അള്ളാഹു തആല എല്ലാവരും അറിയുന്ന രൂപത്തിൽ വിശുദ്ധ ഖുർആനിൽ പ്രഖ്യാപിച്ചതുകൊണ്ടാണ്. അപ്പൊ അവിടെയൊക്കെ കുൽ ഉണ്ട്. കുൽ അള്ളാഹു പറഞ്ഞിടത്തൊക്കെ ചിന്തിക്കാനുണ്ടാവും. ഇവിടെയും അള്ളാഹു കുൽ പറഞ്ഞു, ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബാ ഇല്ലാ തവദ്ദു അഹ്ല ബൈത്തി. എൻ്റെ അഹ്ലു ബൈത്തിനെ, എൻ്റെ കുടുംബത്തെ നിങ്ങൾ സ്നേഹിക്കൽ മാത്രമേ ഞാൻ നിങ്ങളിൽ നിന്ന് ആവശ്യപ്പെടുന്നുള്ളൂ. നിങ്ങൾ ആരും എനിക്ക് വേറൊരു പ്രതിഫലവും തരണ്ട. അലൈഹിമുർ റിദ്വാൻ. തിരുനബിയുടെ കുടുംബം എന്ന് പറയുന്നത് എന്താ? തിരുനബിയുടെ കുടുംബത്തെ സ്നേഹിക്കുന്നതിലുള്ള പൊരുള് ഈ തിരുനബിയുടെ കുടുംബത്തിലൂടെ തിരുനബി ഉണ്ടായിരുന്നു എന്നുള്ളതിന്റെ ഒരു അടയാളപ്പെടുത്തലാണല്ലോ ഇവിടെ കുടുംബം. മുഹമ്മദ് നബി ഇവിടെ ഉണ്ടായിരുന്നു. ഈ കുടുംബത്തെ കാണുമ്പോൾ ഇത് മുഹമ്മദ് നബിയുടെ മക്കളാണ്, മുഹമ്മദ് നബി ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നു എന്ന് ഖിയാമത്ത് നാൾ വരെ എല്ലാവരും സാക്ഷ്യപ്പെടുത്തല്ലേ, എല്ലാവർക്കും ഓർമ്മ വരല്ലേ. മുഹമ്മദ് നബിയെ സ്മരിക്കാൻ ഏറ്റവും ഉതകുന്ന ഒന്നാണ് കുടുംബം. അതുപോലെ മുഹമ്മദ് നബിയെ സ്മരിക്കാൻ ഏറ്റവും പറ്റുന്ന ഒന്നാണ് വിശുദ്ധ ഖുർആൻ. വിശുദ്ധ ഖുർആൻ ഇവിടെ ഉണ്ടല്ലോ. ഈ വിശുദ്ധ ഖുർആൻ മുഹമ്മദ് നബിക്ക് ഇറക്കി കൊടുത്തത് പച്ചയിൽ തന്നെ യാതൊരു മാറ്റവും ഇല്ലാതെ പക്ക ഖുർആൻ നമ്മുടെ മുന്നിലുണ്ട്. അപ്പൊ മുഹമ്മദ് നബി വന്നു എന്നതിന്റെ തെളിവാണ് ആ വിശുദ്ധ ഖുർആൻ. ആർക്കും അത് നീക്കം ചെയ്യാൻ, നിർമാർജനം ചെയ്യാൻ ഒരു ശക്തിക്കും സാധിച്ചിട്ടില്ല വിശുദ്ധ ഖുർആൻ. ഈ കഴിയുമില്ല. ഒരു ശക്തിക്കും വിശുദ്ധ ഖുർആനെ ഇവിടുന്ന് നിർമാർജനം ചെയ്യാൻ കഴിയില്ല. അതിന് അള്ളാഹു പിൻവലിക്കല്ലാതെ വേറെ ആർക്കും അതിനെ നിർമാർജനം ചെയ്യാൻ കഴിയില്ല. അത് അള്ളാഹുവിന്റെ തീരുമാനം. അതുപോലെ അഹ്ലു ബൈത്ത്, നബി കുടുംബം. നബി കുടുംബം നമ്മളെ നാടുകളിലൊക്കെ പരന്ന് ഭൂമിയിൽ പരന്ന് കിടക്കുമ്പോ അവരിലൂടെ മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ കഴിയും മുഹമ്മദ് നബി ഭൂമിയിൽ വന്നിട്ടുണ്ട്. അതൊന്ന് അന്യമതക്കാരാണെങ്കിൽ, വിശ്വാസമില്ലാത്തവരാണെങ്കിൽ. ഇനി മുഅ്മിനീങ്ങൾക്ക് തന്നെ ഒരു പാഠം, ആ കുടുംബത്തിലൂടെ തിരുനബിയെ അവർ കാണുന്നു. ഇതാ തിരുനബിയുടെ ഒരു പരമ്പരയിൽ വന്ന മക്കളാണ്, മോനാണിത് അല്ലെങ്കിൽ മോളാണിത്. അപ്പൊ തിരുനബിയുടെ രക്തം കലർന്ന, അത് രക്തവുമായി ബന്ധമുള്ള മക്കളാണ് ഇവർ. അത് അപ്പോൾ അവരെ സ്നേഹിക്കലും അവരെ ബഹുമാനിക്കലും അത് ആ അവരുടെ വല്യുപ്പയായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹവും ബഹുമാനമാണ്. അങ്ങനെയാണല്ലോ ഒരു ഉസ്താദ്, ഒരു ഗുരു, ആ ഗുരുവിനെ ബഹുമാനിക്കുന്നുണ്ടെങ്കിൽ, സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആ ഗുരുവുമായി ബന്ധപ്പെട്ട എല്ലാവരും സ്നേഹിക്കലും ബഹുമാനിക്കലും ഗുരുവിനെ ബഹുമാനിക്കുന്നതിന്റെ ഭാഗമാണ്. എത്രത്തോളം നിങ്ങൾക്കറിയോ? ഇമാം നവവി റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രത്തിൽ കാണാം, ഉള്ള ചരിത്രം തന്നെയാണ്. അവര് ദർസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോ ഇമാം നവവി റളിയല്ലാഹു അൻഹു ഇടയ്ക്കിടെ എഴുന്നേറ്റ് നിൽക്കും. അപ്പൊ ശിഷ്യന്മാർ ചോദിച്ചു, ഉസ്താദ് എന്താണ് നിങ്ങൾ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുന്നത്? ഇമാം നവവി റളിയല്ലാഹു തആല അൻഹു മറുപടി പറഞ്ഞു, അവിടെ ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ മദ്ഹബിൽ പിൻപറ്റുന്ന ഒരാളുടെ മോന്, ആ മദ്ഹബിൽ വന്ന ഒരു മോൻ അവിടെ പന്ത് കളിക്കുന്നുണ്ട്. ആ കുട്ടി ഇടയ്ക്കിടയ്ക്ക് എൻ്റെ കണ്ണിന്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇമാം മാലിക്കിനെ നമ്മൾ ബഹുമാനിക്കുക. നമ്മൾ ഉസ്താദാണ് ഇമാം മാലിക്. കാരണം ഷാഫി ഇമാമിന്റെ നമ്മൾ ഗുരുവാണ് ഷാഫി ഇമാം. ഗുരുവിന്റെ ഗുരുവായിട്ട് പോകുമ്പോൾ ഷാഫി ഇമാമിലേക്ക് എത്തി. ആ ഷാഫി ഇമാമിന്റെ നേരെ ഗുരുവാണ് ഇമാം മാലിക് റളിയല്ലാഹു. ആ മാലിക് റളിയല്ലാഹു ഒരു ശിഷ്യന്റെ ശിഷ്യനായിട്ട് വരുന്ന ആളാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പൊ അവരെ എനിക്ക് ഓർമ്മ വരുന്നു. അപ്പൊ അവരെ ഉള്ള ബഹുമാനം കൊണ്ട് ആണ് ഞാനിങ്ങനെ എഴുന്നേൽക്കുന്നത്.
ഇമാം നവവി റളിയല്ലാഹു തആല പറഞ്ഞതായി കാണാം. അപ്പൊ അത് അങ്ങനെയാണ്. ഗുരുവിന്റെ മക്കളെയും ഗുരുവിന്റെ ഭാര്യയെയും ഗുരു ഇരിക്കുന്ന കസാല, ഗുരു ഇരിക്കുന്ന ചെയറിനെ വരെ ബഹുമാനിക്കണം. പഴയ കാലത്ത് ഉസ്താദുമാര് ചെയറിൽ, അന്ന് ചെയർ കുറവായിരുന്നല്ലോ നമ്മളൊക്കെ പഠിക്കുന്ന കാലം, പഴയ കാലത്ത് പായയിലിരുന്നിട്ടാണ് ദർശനം. പായയിലിരുന്ന് ദർശെടുത്തുമ്പോൾ ഉസ്താദ് ഇരിക്കുന്ന പായനെ കാല് കൊണ്ട് ചവിട്ടാൻ വിദ്യാർത്ഥികൾ പഠിക്കും. ഉസ്താദ് നാട്ടിൽ പോയാൽ വെള്ളിയാഴ്ച വ്യാഴാഴ്ച ഉസ്താദ് ഉണ്ടാവില്ല. ആ സമയത്ത് ഉസ്താദ് ദർശെടുത്തുന്ന ഉസ്താദിന്റെ വാതിന്റെ തൊട്ടടുത്തിരുന്നിട്ടാണ് ദർശെടുത്ത് ഉസ്താദിന്റെ റൂമിന്റെ ആ ഭാഗത്തേക്ക് പോവാൻ കുട്ടികൾക്ക് പേടിയായിരിക്കും. കുട്ടികൾക്ക് ബഹുമാനം കൊണ്ട് പോകില്ല. അഥവാ പള്ളിയുടെ ഒരു ചെരുവിലായിരിക്കും അത് ഉണ്ടാകുക. ആ വാതിലിലൂടെ അപ്പുറത്തേക്ക് എന്തെങ്കിലും കൊണ്ടുപോയി ഒഴിവാക്കേണ്ട നജസ് എന്തെങ്കിലും പള്ളിന്റെ അകത്തുനിന്ന് കിട്ടിയാൽ അത് കൊണ്ടുപോയി ഇടേണ്ട ഗതി വന്നാൽ ഉസ്താദ് ദർശനത്താനിരിക്കുന്ന ആ പായയിൽ ചവിട്ടാതെ അപ്പുറത്തേക്ക് ചാടിക്കിടന്ന് പോകുന്ന ബഹുമാനമായിരുന്നു. ഉസ്താദിന്റെ അഭാവത്തിൽ ഉസ്താദിനെ ബഹുമാനിക്കുക, ഉസ്താദിന്റെ അഭാവത്തിൽ ഉസ്താദിനെ ബഹുമാനിക്കുന്ന രീതിയായിരുന്നു പണ്ട് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അന്നത്തെ ഇൽമിന്, അന്നത്തെ അറിവിനൊക്കെ വലിയ പവർ ഉണ്ടായിരുന്നു. ഇന്ന് ബഹുമാനം മനസ്സെന്ന് വരുന്ന ബഹുമാനമല്ല. അപ്പോൾ അതുകൊണ്ടൊക്കെയുള്ള ബഹുമാനം കൊണ്ടൊക്കെയുള്ള പവർ, അതുകൊണ്ടുള്ള ഉപകാരം അത് കുറഞ്ഞു വന്നു. അതാണ് സംഭവിക്കുന്നത്. അപ്പോ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ബഹുമാനിക്കുമ്പോൾ ആ ബഹുമാനത്തിന്റെ ഭാഗമാണ് അവിടുത്തെ കുടുംബത്തെ ബഹുമാനിക്കൽ. നബിയുമായി ബന്ധപ്പെട്ട എല്ലാറ്റിനും ബഹുമാനിക്കൽ, കുടുംബത്തെ മാത്രമല്ല എല്ലാറ്റിനും ബഹുമാനിക്കൽ. തിരുനബിയുടെ ഭാര്യമാരെ ബഹുമാനിക്കൽ, തിരുനബിയുടെ നാടിനെ ബഹുമാനിക്കൽ, തിരുനബിയുമായി എന്തെങ്കിലും ബന്ധമുള്ള ഒരു മരം അല്ലെങ്കിൽ ഗുഹ അതിനൊക്കെ ബഹുമാനിക്കൽ. ഇമാം നവവി റളിയല്ലാഹു തആല എന്ന് പറഞ്ഞില്ലേ, ആസാറു ശരീഫത്ത് അത് സ്പർശിക്കലും അതിനെ കാണാൻ പോവലും ഒക്കെ സുന്നത്താണ്. വദുഖൂലുൽ ഖാലില്ലദീ ദഖല ഫീഹി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവേശിച്ചൊരു ഗുഹയുണ്ട് എന്ന് കണ്ടാൽ ആ ഗുഹയിൽ പ്രവേശിച്ചുകൊണ്ട് ബറക്കത്ത് എടുക്കൽ സുന്നത്തായ കാര്യമാണ്. ഇങ്ങനെ ആസാറ് കൊണ്ട് ബറക്കത്ത് എടുക്കൽ സുന്നത്തുള്ള കാര്യമാണ് എന്നതിൽ സലഫു സ്വാലിഹീങ്ങളുടെ ഏകോപനമുണ്ട്, ഇജ്മാഉണ്ട്, ആർക്കും തർക്കമില്ല. ഇതൊക്കെ ബഹുമാന. തിരുനബി ഇരുന്നൊരു ഗുഹ, ആ ഗുഹയിൽ നമ്മൾ തബറുക്കിന് ബറക്കത്തിന് വേണ്ടി മാത്രം ആ ഗുഹയിൽ നമ്മൾ പ്രവേശിക്കുന്നത്. ആ ഗുഹയിൽ പ്രവേശിക്കാൻ നമ്മളില്ല. അവിടെ പോയി നല്ല സന്തോഷത്തിൽ അവിടെ ഇരിക്കാൻ പാടില്ല. തിരുനബി ഇരുന്ന ബഹുമാനം കിട്ടാൻ വേണ്ടി, ബറക്കത്ത് കിട്ടാൻ വേണ്ടി നമ്മൾ പോവുകയാണ് എന്നല്ലാതെ അവിടെ കുറെ സമയം അവിടെ താമസിക്കാൻ പോവുകയല്ല. ആ ബറക്കത്തിന് വേണ്ടി നമ്മൾ അതിന്റെ അകത്തേക്ക് പോയി പോരുകയാണ്. അപ്പൊ അങ്ങനെ ഇമാമികളൊക്കെ പറഞ്ഞു കാണും അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ട സർവ്വ ആസാറുകളെയും ബഹുമാനിക്കൽ ഒരു മുഹിബിന്റെ ബാധ്യതയാണ്. അതുകൊണ്ടാണ് ആസാറിന്റെ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും വലിയ ആസാറാണ് അഹ്ലു ബൈത്ത്. അപ്പൊ അഹ്ലു ബൈത്തിനെ ബഹുമാനിക്കലും സ്നേഹിക്കലും തിരുനബിയോടുള്ള സ്നേഹ ബഹുമാനത്തിന്റെ ഭാഗമാണ്. ഫമൻ നാദാഹും, വല്ലവനും അഹ്ലു ബൈത്തിനെ വിഷമിപ്പിച്ചാൽ വറദ അനിൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമു ശദിയാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നും ഹദീസ് വന്നിട്ടുണ്ട്, റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ഫഖദ് ആദാനി, എന്റെ അഹ്ലു ബൈത്തിനെ വല്ലവനും വിഷമിപ്പിച്ചാൽ അവൻ എന്നെയാണ് വിഷമിപ്പിച്ചത്. ഫമൻ ആദാനി, എന്നെ വല്ലവനും വിഷമിപ്പിച്ചാൽ ഫഖദ് ആദല്ലാഹ ദയ്യാൻ, അവൻ അല്ലാഹുവിനെ വിഷമിപ്പിച്ചു. അത് റസൂലുള്ളാഹിയോട് പ്രഖ്യാപിച്ചത് മാത്രമല്ല, റസൂലുള്ളാഹി സ്വന്തം പ്രഖ്യാപിച്ചതല്ല. ശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, യുഊദൂന അല്ലാഹ വ റസൂലഹു. ശുദ്ധ ഖുർആനിലുണ്ട് അല്ലാഹുവിനെ റസൂലിനെ ഒരാൾ വിഷമിപ്പിച്ചാൽ അവന് നരകമാണ് എന്ന് വിശുദ്ധ ഖുർആനിലുണ്ട്. അതിന് അള്ളാഹിനെ വിഷമിപ്പിക്കാനുള്ള സംഗതി ഇല്ല. അള്ളാഹിനെ വിഷമിപ്പിക്കാൻ കഴിയൂല. അതിന്റെ അർത്ഥം റസൂലുള്ളാഹിനെ വിഷമിപ്പിക്കാൻ. കണ്ടോ, അഹ്ലു ബൈത്തിനെ വിഷമിപ്പിച്ചാൽ റസൂലുള്ളാഹിനെ വിഷമിപ്പിച്ചു, റസൂലുള്ളാഹിനെ വിഷമിപ്പിച്ചാൽ അല്ലാഹുവിനെ വിഷമിപ്പിച്ചു. ഇവിടെ നാം പഠിക്കേണ്ടതുണ്ട്, മുഅ്മിനീങ്ങൾ പഠിക്കാനുണ്ട്. അഹ്ലു ബൈത്ത് ഒരു പക്ഷേ പണ്ഡിതനാവണമെന്നില്ല, നാടനായിരിക്കും, സാധാരണക്കാരനായിരിക്കും, പക്ഷേ ബഹുമാനിക്കണം അദ്ദേഹത്തെ. അഹ്ലു ബൈത്ത് ഒരു പക്ഷേ നാം നിലപാടെടുത്ത രാഷ്ട്രീയത്തിലായിക്കൊള്ളുന്നില്ല, വേറെ രാഷ്ട്രീയ കക്ഷിയായിരിക്കാം, പക്ഷേ അഹ്ലു ബൈത്ത് എന്നുള്ള ബഹുമാനം വിട്ട് കളിക്കാൻ പാടില്ല. അത് ഏത് ഗ്രൂപ്പ് പെട്ട ആളാണെങ്കിലും അഹ്ലു ബൈത്തിനെ ബഹുമാനിക്കണം. അഹ്ലു ബൈത്താവുമ്പോൾ നാം ശ്രദ്ധിക്കണം, അവരെ കുറിച്ച് സംസാരിക്കുന്നതും അവരെ കുറിച്ച് നിലപാടെടുക്കുന്നതൊക്കെ നാം ശ്രദ്ധിക്കണം. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അല്ലാഹുവിനെ ഹബീബെങ്ങാനും വെറുത്തു കളഞ്ഞാൽ
എന്താ സംഭവിക്കുക? അള്ളാഹുവിന്റെ ഹബീബിനിക്ക് ബുദ്ധിമുട്ടായാൽ അള്ളാഹുവിന് ബുദ്ധിമുട്ടാണ്. അവന് റസൂലുള്ളാഹിന്റെ ശഫാഅത്ത് ഒരിക്കലും ലഭിക്കൂല. റസൂലുള്ളാഹിന്റെ ശഫാഅത്ത് വിലക്കപ്പെടും. ഇത് മറ്റൊരു ഹദീസിൽ വന്നതാണ്. മാത്രമല്ല ഹൗദുൽ കൗസറിന്റെ അവിടെ അവന് ഹൗദുൽ കൗസറിൽ നിന്ന് വെള്ളം കുടിക്കാൻ ചെല്ലുമ്പോൾ റസൂലുള്ളാഹി തടയും. ഹൗദുൽ കൗസറിൽ നിന്ന് അവൻ തടയപ്പെടും. അവസാനം അവൻ നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെടും, നരകത്തിൽ തള്ളപ്പെടും. കാരണം അല്ലാഹുവിന്റെ ലഅനത്തുള്ള ആളാണ്. കമാ ഫി അഖ്ബാരില്ലാ തുഹാൻ, അവഗണിക്കപ്പെടാൻ പറ്റാത്ത ധാരാളം ഹദീസിൽ അതെല്ലാം വന്നിട്ടുണ്ട്. വറദ അന്നഹു ലാ യുബ്ഗിദു അഹദുൻ അഹ്ല ബൈതി ഇല്ലാ അദ്ഖലഹു അല്ലാഹു നാറൽ ഹിർമാൻ. വല്ലവനും അല്ലാഹുവിന്റെ റസൂലിന്റെ അഹ്ലുബൈത്തിനോട് വിദ്വേഷം വെച്ചാൽ, വെറുത്താൽ, അല്ലാഹു തആല അവനെ നിരാശയുടെ നരകത്തിൽ പ്രവേശിപ്പിക്കുക തന്നെ ചെയ്യും. വന്നഹും ലിഅഹ്ലിൽ അർളി അമാൻ, അഹ്ലുബൈത്തിന്റെ ശ്രേഷ്ഠത പറയുന്ന ധാരാളം ഹദീസുകളുണ്ട്. അഹ്ലുബൈത്ത് ഭൂമിയിലുള്ളവർക്ക് സുരക്ഷയാണ്. ഭൂമിയിൽ അല്ലാഹു തആല അദാബ് ഇറക്കാതിരിക്കാനുള്ള സുരക്ഷയാണ്. ഇവിടൊക്കെ അഹ്ലുബൈത്ത് എന്ന് പറഞ്ഞതിന് രണ്ടർത്ഥമുണ്ട്. പിന്നീട് അത് വിവരിക്കുന്നുണ്ട്. ഇത് 19-ാമത്തെ അധ്യായമാണ്. 20-ാമത്തെ അധ്യായത്തിൽ അത് വിവരിക്കുന്നുണ്ട്. ഇവിടെ പറയുന്ന ഇപ്പോൾ പറഞ്ഞു വെച്ച അഹ്ലുബൈത്ത് അത് നാം നേരത്തെ പറഞ്ഞ നബി പരമ്പര, നബി കുടുംബമാണ്. നബി കുടുംബം, പരമ്പര, അഹ്ലുബൈത്ത് എന്നൊക്കെ പേര് പറയപ്പെടുന്ന മറ്റൊരു വിഭാഗമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആത്മാവുമായി ബന്ധമുള്ള, ആത്മാവുമായി കുടുംബ ബന്ധം നിലനിർത്തുന്ന, ആത്മീയ ബന്ധം സ്ഥാപിച്ചുകൊണ്ട് കുടുംബബന്ധം നിലനിർത്തുന്ന ഔലിയാ, അവരും ഈ ഭൂമിക്ക് സുരക്ഷയാണ്. അവരെയും ആരും ബുദ്ധിമുട്ടാക്കാൻ പാടില്ല. അവരെ ബുദ്ധിമുട്ടാക്കിയാലും അവന് ശഖാവത്തുണ്ടാവും, നരകം, കാഫിറായി ചത്തുപോകും. മൻ ആദാലി വലിയൻ ഫഖദ് ആദൻതുഹു ബിൽ ഹർബി എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്റെ വലിയനെ വല്ലവനും ബുദ്ധിമുട്ടാക്കിയാൽ ഞാൻ അവനോട് യുദ്ധം പ്രഖ്യാപിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇമാമിങ്ങൾ പറഞ്ഞു, അവൻ കാഫിറായി ചത്തുപോകും, അവൻ നരക അവകാശിയാവുമെന്ന്. വന്നഹും ലി അഹ്ലിൽ അർളി അമാൻ, അഹ്ലുബൈത്ത് ഭൂമിയിലുള്ളവർക്ക് സുരക്ഷയാണ്. മിൻ തതാബുഇ ഫിതനിൻ വനിഖമിൻ വംതിഹാൻ, ഭൂമിയിൽ അശാന്തികളും ശിക്ഷകളും പരീക്ഷണങ്ങളും ഒക്കെ ഭൂമിയിലേക്ക് ഒന്നിന്റെ പിറകെ ഒന്നായി വരുന്നതിൽ നിന്ന് കാവലാവുന്നത് അഹ്ലുബൈത്ത് തങ്ങന്മാരും ഔലിയാവുമാണ്. അവരിവിടുന്ന് ഭൂമിയിൽ നിന്ന് വിരമിക്കുന്നൊരു സമയമുണ്ട്. അവരാരും ഭൂമിയിലില്ലാത്തൊരു സമയം വന്നാൽ പിന്നെ ഒന്നിന്റെ ശേഷം ഒന്നായി ഭൂമിയിലാകെ ഫിത്നയായി അല്ലാഹു അദാബർക്കി ഭൂമിയെ നശിപ്പിക്കും. അന്നഹും കസഫീനത്തി നൂഹിൻ, അഹ്ലുബൈത്ത് നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കപ്പൽ പോലെയാണ്. എന്താ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കപ്പലിന്റെ പ്രത്യേകത? ആ കപ്പലിൽ കയറിയവർക്ക് മാത്രമാണ് സുരക്ഷ. ആ കപ്പലിൽ കയറാത്തവരെല്ലാം നശിച്ചു പോയില്ലേ? മർറകിബഹാ നജാ, നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കപ്പലിൽ കയറിയവർ രക്ഷപ്പെട്ടു. ഇത് ഹദീസിൽ വന്നത് അഹ്ലുബൈത്തിനെ കുറിച്ച്. രണ്ട് അഹ്ലുബൈത്തിനും ഉദ്ദേശിച്ചിട്ടാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. അല്ലാഹുവിന്റെ ഹബീബിന്റെ കുടുംബം, ആ കുടുംബത്തെ പരിഗണിച്ചുകൊണ്ട്, അവരെ സ്നേഹിച്ചുകൊണ്ട്, അവരുമായി ബന്ധം പുലർത്തുന്നവർ രക്ഷപ്പെട്ടു. അവരെ വെറുത്തവര്, അവരെ അവഗണിച്ചവര്, അവരെ വേദനിപ്പിച്ചവര്, അവര് നശിച്ചവരാകുകയും ചെയ്തു. അമൻ തഖല്ലബനാ ലഹുൽ ഖുസ്റാൻ, നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കപ്പൽ പോലെയാണ് അഹ്ലുബൈത്ത്. ആ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കപ്പലിൽ നിന്ന് മാറി നിന്നവര്, അവർക്ക് നാശമുണ്ടായി. ഫഹദർ അൻ തഖഅ ഫീഹിം ബിശൈഇൻ, അതുകൊണ്ട് ഓ വിശ്വാസി മുഅ്മിനേ, മനുഷ്യ, നീ ശ്രദ്ധിച്ചോ. അൻ തഖഅ ഫീഹിം ബിശൈഇൻ, അഹ്ലുബൈത്തിനെ കുറിച്ച് നീ അവരെ കാര്യത്തിൽ ഇടപെടാൻ, ബിശൈഇൻ വേണ്ടാത്ത വല്ല കാര്യങ്ങളെ കൊണ്ടും അഹ്ലുബൈത്തിൽ ഇടപെടുന്നത് നീ സൂക്ഷിക്കണേ. മഖാഫത്തുൽ ഇദാഇ, റസൂലുള്ളാഹിനെ ബുദ്ധിമുട്ടാക്കലിനെ പേടിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അഹ്ലുബൈത്തിനെ ബുദ്ധിമുട്ടാക്കുന്നത് പേടിച്ചുകൊണ്ട്, വൽ ഉദ്വാൻ, അവരോട് ശത്രുത വക്കലിനെ പേടിക്കണേ.